ഡേവിഡ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ADGP MR അജിത് കുമാറിനെതിരെ ഒടുവിൽ നടപടിയെടുത്ത് സർക്കാർ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതിൽ സസ്പെൻഷൻ. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. DGP ആകാനുള്ള അജിത് കുമാറിന്റെ വഴി അടഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്യുന്നു. SIT കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ. മുൻ അംഗം A അജികുമാറിനെയും പ്രശാന്തിനെയും സംരക്ഷിക്കാതെ CPIM. അറസ്റ്റിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെന്ന് ദേവസ്വം മന്ത്രി. ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച സംബന്ധിച്ച് പ്രോസിക്യൂഷൻ. DYSP വിളിച്ചു വരുത്തി കോടതി. എന്തുകൊണ്ട് സുപ്രീം കോടതി മാനദണ്ഡം പാലിച്ചില്ല എന്നും ചോദ്യം. റീ അറസ്റ്റിൽ അനുമതി ലഭിക്കുന്നതിന് മുമ്പേ റാം കീഴടങ്ങി. നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന 2 പ്രതികളുടെ ആവശ്യം കൂടി കോടതി തള്ളി. ഹൈക്കോടതി തള്ളിയത് 5-ാം പ്രതി വടിവാൾ സലീമിന്റെയും 6-ാം പ്രതി പ്രദീപിന്റെയും അപേക്ഷ. പൾസർ സുനിയുടെ ആവശ്യവും ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിയവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. വിചാരണയ്ക്ക് അതിവേഗ കോടതി സ്ഥാപിക്കുമെന്ന് എക്സ്പോസ്റ്റ്. വഴങ്ങാതെ CJP. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം മാത്രം ചർച്ച. ജന്തർ മന്ദറിൽ വന്ന് ചർച്ച ചെയ്യണമെന്ന് അഭിജിത് ദീപ്കെ. സമരം തുടരുന്നു. ഡൽഹി കനത്ത സുരക്ഷാ വലയത്തിൽ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിലും ഇന്ന് പ്രതിഷേധം. രാജിയില്ലാതെ ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷം. ഉപാധികൾ അംഗീകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ധർമ്മസ്ഥലയിലെ നിയമ പോരാട്ടത്തിൽ ആക്ഷൻ കമ്മിറ്റിക്ക് സുപ്രീം കോടതിയിൽ വൻ വിജയം. സൗജന്യയുടെ മരണം പുനരന്വേഷിക്കാൻ ഉത്തരവ്. കഴമ്പില്ലെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ച CBIക്ക് രൂക്ഷ വിമർശനം. ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് ചോദ്യം. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിലെ പിങ്ക് ബസ് സർവീസ് തുടങ്ങി. ലക്ഷ്യം വനിതകളുടെ സുരക്ഷിത രാത്രി യാത്ര. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഓട്ടം തിരുവനന്തപുരത്ത്. അവർക്ക് സുരക്ഷിതത്വമാണ് പ്രശ്നം. ആ സുരക്ഷിതത്വം രാത്രിയാണ്. രാത്രി 8 മണിക്കും 10 മണിക്കുമുള്ള 2 ട്രിപ്പാണ് ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് പിങ്ക് ബസ് ചെയ്യുന്നത്. ഒരു ബസ് യുഗം നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. റഷ്യയുടെ സാമ്പത്തിക രംഗത്തെ തച്ചുടച്ച വൻ ഇന്ധന പ്രതിസന്ധി. കയറ്റുമതിക്ക് ഇന്ത്യയെ ആശ്രയിച്ച റഷ്യ. പ്രതിസന്ധിക്ക് കാരണം റിഫൈനറികളിലെ യുക്രൈൻ ആക്രമണം. ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. ആലപ്പുഴ രക്ഷാപ്രവർത്തന മർദ്ദന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനാണ് നടപടി. സസ്പെൻഷൻ ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. ഇതോടെ DGP ആകാനുള്ള അജിത് കുമാറിന്റെ വഴി അടഞ്ഞിരിക്കുകയാണ്. നിലവിൽ ബെവ്കോ MD ആണ് അജിത് കുമാർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണോ സർക്കാരിൻ്റേത് എന്ന സംശയം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും ഉയർന്നു വന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. സസ്പെൻഷനിലേക്ക് പോകുന്നു. അഭിലാഷ്, അജിത് കുമാറിന്റെ നടപടി വൈകുന്നതിൽ വലിയ പ്രതിഷേധം കോൺഗ്രസിൽ ഉയർന്നിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മാത്രമല്ല KSU, യൂത്ത് കോൺഗ്രസും ഒക്കെ സർക്കാരിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന സൂചനകൾ നൽകിയിരുന്നു. ആ സാഹചര്യത്തിലാണ് അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചു. രമേശ് ചെന്നിത്തല ആ റിപ്പോർട്ട് പരിശോധിച്ച് ഇന്ന് ഉച്ചയോടുകൂടി സസ്പെൻഷൻ ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകുകയായിരുന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മുഖ്യമന്ത്രി VD സതീശൻ ആ ശുപാർശയിൽ ഒപ്പിട്ടു. അങ്ങനെയാണ് MR അജിത് കുമാറിനെ, ADGP MR അജിത് കുമാറിനെ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ഇപ്പോൾ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ പ്രതികളായ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് അജിത് കുമാറിനെതിരായ പ്രധാന ആരോപണം. ഇത്
അജിത് കുമാറിന് പങ്ക് ആദ്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കണ്ടെത്തിയതിന് പിന്നീട് SIT അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് പോകുന്നത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിശക്തനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. 31-ാം തീയതി അജിത് കുമാറിനെ DGP ആയി പ്രൊമോഷൻ ലഭിക്കും. അതിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെ ചേരാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം നടപടിയിലേക്ക് പോയത്. ഇതോടുകൂടി അജിത് കുമാറിന് DGP ആയി ഉടൻ പ്രൊമോഷൻ ലഭിക്കില്ല. സംസ്ഥാന DGP ആയി പ്രൊമോഷൻ ലഭിക്കാനുള്ള അവസരം കൂടിയാണ് ഇതോടുകൂടി അടയ്ക്കപ്പെടുന്നത്. ഏതായാലും അജിത് കുമാറിന് സസ്പെൻഷൻ ലഭിക്കുന്നു. നേരത്തെ തൃശ്ശൂർ പൂരം അട്ടിമറിച്ച കേസിൽ അജിത് കുമാറിനെതിരെ ആരോപണമുണ്ടായിരുന്നു. അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം അട്ടിമറിച്ച കേസിൽ ബെക്കോ MD കൂടിയായ MR അജിത് കുമാറിനെ ഇപ്പോൾ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൽ വലിയ ഓരോ നിമിഷം വൈകുന്തോറും വലിയ വിവാദമായി ഇത് മാറിയിരുന്നു. ഞങ്ങളെ കുട്ടികളെ ഉപദ്രവിച്ചവർക്ക് പകരം ചോദിക്കുമെന്ന് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ പറഞ്ഞതാണ്. അത്തരമൊരു കേസിൽ പ്രതിയായ അല്ലെങ്കിൽ ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂട്ടുനിൽക്കുന്നുവെന്ന വിമർശനം ഉയർന്നു വന്നു. അതിനുള്ള സർക്കാരിൻ്റെ മറുപടിയായി കൂടിയാണ് ഈ സസ്പെൻഷൻ. യെസ്, ഇവിടെ അരുൺ, നേരത്തെ തന്നെ നമുക്കറിയാം നിരവധി ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നു വന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തിലടക്കം ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അന്ന് VD സതീശൻ പറഞ്ഞത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളൂ, എന്താണ് നടപടി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. ആ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നു എന്നത് തന്നെയാണല്ലോ. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം നേരിടുന്ന, അതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് വളരെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആരോപിക്കുന്ന ADGPക്ക് എതിരായ നടപടി അത് എന്തുകൊണ്ട് വൈകുന്നു? അതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ മറ്റ് നടപടികളിലേക്ക് പോകുന്നു, അത് നോക്കിയിരുന്ന് കണ്ടുകൊള്ളൂ എന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. ആ നടപടിയാണല്ലോ ഇപ്പോൾ പ്രാവർത്തികമാകുന്നത്. അരുൺ, അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ സംശയവും രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന സംശയവുമൊക്കെ ഉണ്ടായിരുന്ന പ്രധാനമായും ഉണ്ടായിരുന്ന KSUവിനാണ് നടപടി നീട്ടിക്കൊണ്ടു പോകുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കാനാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്ന് അജിത് കുമാറിന് DGP ആയി പ്രൊമോട്ട് ചെയ്യാൻ ഉയർത്താൻ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ട് തന്നെ വൈകിപ്പിക്കുന്നതെന്ന ആശങ്കയാണ് KSU പങ്കുവച്ചത്. യൂത്ത് കോൺഗ്രസിനും സമാനമായ നിലപാട് ഉണ്ടായിരുന്നു. ഏതായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നടപടി ഉണ്ടായെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, യൂത്ത് കോൺഗ്രസ് ഇപ്പോഴത്തെ MLA അടക്കമുള്ള നേതാക്കളെ മർദ്ദിച്ച കേസിലാണ് ആ പ്രതികളെ രക്ഷിക്കാൻ ADGP അജിത് കുമാർ ഇടപെട്ടു എന്ന ആരോപണമുള്ളത്. അത് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. DGPക്ക് ലഭിച്ച ആദ്യത്തെ റിപ്പോർട്ടിൽ വ്യക്തത കുറവുണ്ടായിരുന്നു. തുടർന്ന് അജിത് കുമാറിനെതിരെ പരാമർശങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ച് നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പോലീസ് മേധാവി ആവശ്യപ്പെടുകയായിരുന്നു. അതിനനുസരിച്ചാണ് അജിത് കുമാറിന് പങ്കുണ്ട്, അജിത് കുമാർ ഈ കേസ് പ്രതികളെ രക്ഷിക്കാൻ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് തെളിവുണ്ട് എന്ന കണ്ടെത്തൽ അന്വേഷണ സംഘം നടത്തിയതും പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ രമേശ് ചെന്നിത്തല വിഷയത്തിൽ പറഞ്ഞത് ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ഇത്തരത്തിൽ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, അതിന് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്, നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകാനാകൂ, അല്ലെങ്കിൽ കോടതിയിൽ അത് ചലഞ്ച് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് കാലതാമസം ഉണ്ടായെന്ന വിശദീകരണമാണ് നേരത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയത്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയത് കാത്തിരിക്കൂ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആഭ്യന്തരമന്ത്രി കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു, എല്ലാത്തിനും നടപടിക്രമങ്ങളുണ്ട്, അത് പാലിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്ന് മുഖ്യമന്ത്രി VD സതീശനും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അജിത് കുമാറിന് സസ്പെൻഷൻ ഉത്തരവ് അജിത് കുമാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. അജിത് കുമാറിന്റെ DGP സ്ഥാനത്തേക്കുള്ള പ്രൊമോഷൻ കൂടിയാണ് ഇവിടെ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് DGP സ്ഥാനത്തേക്ക് അജിത് കുമാറിനെ പ്രൊമോട്ട് ചെയ്യപ്പെടും, അങ്ങനെ സംരക്ഷിക്കാൻ പോകുന്നു എന്ന ആശങ്കയായിരുന്നു പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകർക്ക്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ KSU പ്രവർത്തകർക്ക്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രവുമല്ല, അന്ന് രക്ഷാപ്രവർത്തനത്തിൽ മർദ്ദനമേറ്റ AD തോമസ് ഇപ്പോൾ MLA ആണ്. ആ AD തോമസ് തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ കൃത്യമായി, അതായത് മുഖ്യമന്ത്രി ചുമതലയേറ്റ സമയത്ത് സൂചിപ്പിച്ച ചിലതുണ്ടല്ലോ, അതായത് ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചവർ, ആ സംഭവമൊന്നും മറക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പക്ഷേ അരുൺ സൂചിപ്പിക്കുന്ന പോലെ അതിന് ചില സാങ്കേതിക നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു സർക്കാർ എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായി വരുന്നത് അരുൺ? തീർച്ചയായിട്ടും സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും മുതിർന്ന ഒരു ADGP DGP പദവിയിലേക്ക് ഉടൻ പ്രൊമോഷൻ ലഭിക്കേണ്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിനെതിരെ നടപടി വരുമ്പോൾ സ്വാഭാവികമായും എല്ലാ നടപടിക്രമങ്ങളും പാലിക്കണം, അല്ലെങ്കിൽ
തീർച്ചയായും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും അതിന് മുകളിൽ കോടതികളിലുമൊക്കെ ഉദ്യോഗസ്ഥർ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ഒരുപക്ഷെ വേണമെങ്കിൽ അജിത് കുമാറിന് പോകാം, തനിക്കെതിരെ തെളിവുകൾ ശരിയല്ലെന്ന് അപ്പീലൊക്കെ പോകാൻ അജിത് കുമാറിന് കഴിയും. എന്നാൽ പോലും ഇവിടെ DGPയുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അനിവാര്യമാണ്. ആ ശുപാർശ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞ ദിവസം കൈമാറി. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ വിഷയം വരുമെന്ന സൂചനകളുണ്ടായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. അതിനുശേഷമാണ് പോലീസ് മേധാവിയുടെ ശുപാർശ ആഭ്യന്തരമന്ത്രിക്ക് ലഭിക്കുന്നത്. അദ്ദേഹം അത് പരിശോധിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ ശുപാർശ ചെയ്യാം. IPS IAS ഉദ്യോഗസ്ഥർ സസ്പെൻഷനൊക്കെ തീർച്ചയായും തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി ആ ശുപാർശ മുഖ്യമന്ത്രി VD സതീശന് കൈമാറി. അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ ഫയലിൽ ഒപ്പിട്ടു. MR അജിത് കുമാർ സസ്പെൻഡ് ചെയ്യാമെന്ന ഫയലിൽ ഒപ്പിട്ടതോടുകൂടി ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഈ കോടതിയിൽ പോയാലും ട്രിബ്യൂണലിൽ പോയാലും ഒക്കെ അജിത് കുമാറിനെതിരെ സർക്കാർ പറയാൻ കൃത്യമായ ന്യായീകരണങ്ങളുണ്ടാകും. അജിത് കുമാറിനെതിരെ തെളിവുകളുണ്ടായിരുന്നു, ഡിജിറ്റൽ തെളിവുകളടക്കം ഈ വിഷയത്തിൽ അജിത് കുമാറിനെതിരെ ഉണ്ട്, മൊഴികളുണ്ട്. ഈ SIമാരടക്കമുള്ളവരുടെ മൊഴികൾ DGPക്കെതിരെ ഉണ്ട്. രക്ഷാപ്രവർത്തനಕ್ಕೆ സത്യമറിക്കാൻ ശ്രമിച്ചതിന് മൊഴികളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല എന്നൊരു വാദം, ആത്മവിശ്വാസം സർക്കാരിനുമുണ്ട്. ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. ആലപ്പുഴ രക്ഷാപ്രവർത്തന മർദ്ദനക്കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനാണ് ഇപ്പോൾ നടപടി. സസ്പെൻഷൻ ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞു. ഇതോടെ DGP ആകാനുള്ള അജിത് കുമാറിന്റെ വഴി അടയുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. നിലവിൽ ബെബ്കോയുടെ MD ആയിട്ടുള്ള അജിത് കുമാറിനാണ് സസ്പെൻഷൻ ലഭിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. റഷ്യയുടെ സാമ്പത്തിക രംഗത്തെ തച്ചുടച്ച് രാജ്യത്ത് വൻ ഇന്ധന പ്രതിസന്ധി. റിഫൈനറികളിലേക്കുള്ള യുക്രൈൻ്റെ ആക്രമണം ആണ് റഷ്യയെ വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. ഇന്ത്യയിൽ നിന്നുള്ള ഇന്ധന കയറ്റുമതിയെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ റഷ്യ. VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇന്ത്യ തന്നെ ഏറ്റവും അധികം ഇന്ധനം വാങ്ങിച്ചിരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. പ്രത്യേകിച്ച് അമേരിക്ക ഈ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ തുടർന്ന് താരിഫ് വർദ്ധിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു താരിഫ് വാറിലേക്ക് തന്നെ പോയതാണ്. പക്ഷേ അപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോഴിതാ അതേ റഷ്യ തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണല്ലോ. അത് ആഗോള തലത്തിലടക്കം ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നല്ലേ? അഭിലാഷ്, കാര്യങ്ങൾ ആകെ മാറിമറിയുകയാണ്. ഇന്ത്യ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് റഷ്യയാണ്. നേരത്തെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ വലിയ തിട്ടൂരമുണ്ടായി. തീരുവ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടഞ്ഞത്. പിന്നീട് ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ചതോടുകൂടി ഇതിനുള്ള ചില ഇളവുകൾ നൽകി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാം. ഊർജ്ജ പ്രതിസന്ധി മറികടക്കുന്നതിന് അത്തരമൊരു ഇളവ് ഇന്ത്യക്ക് നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇപ്പോൾ റഷ്യയിൽ വലിയ ഇന്ധന പ്രതിസന്ധിയാണ്. എത്ര ചുരുക്കം ദിവസങ്ങൾ കൊണ്ടാണ് ഈ മാറിമറിയലുകൾ എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഉക്രൈനിൽ നിന്ന് തുടർച്ചയായി റഷ്യയിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. റഷ്യയുടെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്ക്, ഊർജ്ജ സംഭരണ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ തുടർച്ചയായി ഉക്രൈനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. 34 പ്രധാനപ്പെട്ട എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, അതിൽ 24 കേന്ദ്രങ്ങൾ, റിഫൈനറീസ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഈ ആക്രമണം നടക്കുന്നത്. മാത്രമല്ല റഷ്യൻ കപ്പലുകളെ അസോവ് സമുദ്രമേഖലയിൽ ഉക്രൈൻ ആക്രമിക്കുന്ന നിലയുണ്ട്. 3 കപ്പലുകളാണ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമിച്ചത്. അതിൽ 4 ഇന്ത്യക്കാർ, മലയാളി ഉൾപ്പെടെയുള്ളവരാണ് അതിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ കരയിലും കടലിലുമായി ഉക്രൈൻ റഷ്യയ്ക്ക് നേരെയുള്ള യുദ്ധം ശക്തിപ്പെടുത്തുകയാണ്. അവിടെയാണ് റഷ്യ അടിപതറുന്നത്. ഇന്ത്യയോട് ഇപ്പോൾ ഇന്ധന സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് റഷ്യ. അവിടെ 60,000 മെട്രിക് ടൺ ഇന്ധനം റഷ്യയിലേക്ക് കയറ്റി അയക്കുകയാണ്. മറ്റ് ഇടനിലക്കാർ വഴിയാണ്, ഈ സമുദ്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡീലേഴ്സ് ഉണ്ട്, അവർ വഴിയാണ് ഈ എണ്ണ ഇപ്പോൾ ഇന്ത്യ റഷ്യയ്ക്ക് കൈമാറുന്നത്. വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധിയിലേക്ക് റഷ്യ പോകുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. ഇപ്പോൾ തന്നെ ഏതാണ്ട് 50-ലധികം പ്രധാനപ്പെട്ട പ്രവിശ്യകൾ, മോസ്കോ അടക്കമുള്ള സ്ഥലങ്ങളിൽ റേഷനായി ആളുകൾക്ക് ഇന്ധനം നൽകുന്ന അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും ഇന്ധനം കിട്ടാനില്ല. വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് തന്നെയാണ് റഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മാത്രമല്ല അമേരിക്കയുടെ പിന്തുണ വലിയ തോതിൽ ഉക്രൈന് ലഭിക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഈ ഇറാൻ യുദ്ധം ഒത്തുതീർപ്പാകാതെ പോകുന്നതിന് പിന്നിൽ ഇറാൻ കൈയയച്ച് റഷ്യ ഇറാനെ സഹായിക്കുന്നു, ആയുധങ്ങൾ നൽകുന്നു, മറ്റ് സഹായങ്ങൾ നൽകുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ താല്പര്യപ്പെടുന്നില്ല. ഇറാന് അതുകൊണ്ടാണ് ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ആയുധങ്ങൾ ഉൾപ്പെടെ ഉത്തര കൊറിയയും റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന് സപ്ലൈ ചെയ്യുന്നു എന്നതാണ്. അവിടെയാണ് ഒരു മറുതന്ത്രം എന്ന നിലയ്ക്ക് ഇപ്പോൾ അങ്ങനെ ചില സംശയങ്ങൾ വരുന്നത്. അമേരിക്കയുടെ വലിയ സഹായം, നേരത്തെ ആയുധവും സമ്പത്തും ഉക്രൈന് കൊടുത്തിരുന്നത് കുറച്ചിരുന്നു. പക്ഷേ നാറ്റോ സഖ്യരാജ്യങ്ങൾ വഴി ഇപ്പോൾ അമേരിക്ക ഉക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുന്നു, ഡ്രോണുകൾ എത്തിക്കുന്നു. കാരണം ദീർഘദൂര ത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രോൺ
ഡ്രോണുകൾ, ആയുധങ്ങളൊക്കെ തന്നെ ഉക്രൈന് അമേരിക്ക നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായി ഉക്രൈന് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന സംശയം റഷ്യ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നു. ഇറാനിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നതിന് ഒരു തിരിച്ചടി എന്നോണം അമേരിക്ക ഉക്രൈൻ വഴി റഷ്യയെ തിരിച്ചടിക്കുന്നു. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നയാര ഗ്രൂപ്പിൽ നിന്നാണ് ഇത്രയും ഇന്ധനം 60,000 മെട്രിക് ടൺ ഇന്ധനം ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അഭിലാഷ്, യെസ്, എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ എന്നതാണ്. ഒരാഴ്ച കൊണ്ട് റഷ്യയെ യുക്രൈനെ ഇല്ലാതാക്കാൻ ശേഷിയുണ്ട് റഷ്യയ്ക്ക് എന്ന വീരവാദത്തോടു കൂടിയായിരുന്നു റഷ്യ യുക്രൈന് നേരെയുള്ള ആക്രമണം ആരംഭിച്ചത്. പക്ഷേ വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ യുദ്ധം അവസാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എണ്ണ മേഖലയിലെ റിഫൈനറികളിലെ 40% പ്രവർത്തനങ്ങളെ ഇപ്പോൾ യുക്രൈൻ്റെ ആക്രമണം ബാധിച്ചിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഇടവേള. Champions are in the arena. Rise from the streets, remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിലായി. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നാണ് PS പ്രശാന്തിനെ SIT സംഘം കസ്റ്റഡിയിലെടുത്തത്. ഏത് നിമിഷവും തന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നും സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് പിന്നിൽ എന്നും നേരത്തെ PS പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അറസ്റ്റിൽ കരുതലോടെയാണ് CPIM നേതാക്കളുടെ പ്രതികരണങ്ങൾ പുറത്തുവന്നത്. A പത്മകുമാറിനും N വാസുവിനും ലഭിച്ച സംരക്ഷണം PS പ്രശാന്തിന് ലഭിക്കില്ല. വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായതുമില്ല. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രതികരണം. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തതിൽ ഒരു പ്രതികരണം മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ. കേസിൽ സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നതായിരുന്നു ദേവസ്വം മന്ത്രി K മുരളീധരന്റെ പ്രതികരണം. ഇത് ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഓരോ അറസ്റ്റ് എന്നല്ലാതെ ഒരു ഫൈനൽ കുറ്റപത്രം എന്നാണ് സമർപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു ഐഡിയയില്ല. അത് കഴിഞ്ഞതിന് ശേഷം സർക്കാരിന് അഭിപ്രായം പറയാൻ പറ്റും. ഇപ്പോൾ അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റുകൾ നടക്കുന്നു. പക്ഷേ ഈ അറസ്റ്റ് കൊണ്ട് മാത്രം ചാർജ് ഷീറ്റ് ആവുന്നില്ല. ചാർജ് ഷീറ്റ് ഫൈനലായിട്ട് കൊടുക്കുമ്പോഴേ സർക്കാരിന് തുടർന്നുള്ള ആക്ഷനിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഏതായാലും സർക്കാർ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഫൈനലായിട്ടുള്ള ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. അല്ല, പ്രശാന്തിനെ ആദ്യം ചോദ്യം ചെയ്ത ആരുടെ കാലത്താണ്? ഞങ്ങളുടെ കാലത്തല്ലല്ലോ. പ്രശാന്തിൻ്റെ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടില്ല. അവരോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നതിൽ സർക്കാരിന് അസംതൃപ്തിയുണ്ട്. അത് ഞാൻ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബ്ബിലാണ് എത്തിച്ചത്. നിലവിൽ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം വിജിലൻസ് കോടതിയിൽ ജഡ്ജിക്ക് മുന്നിലാണ് ഹാജരാക്കുക. ദേവസ്വം ബോർഡ് മുൻ അംഗം അഡ്വക്കേറ്റ് A അജികുമാറും അറസ്റ്റിലായിട്ടുണ്ട്. പ്രതികൾക്ക് നേരെ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇതിന്റെ ഭാഗമായി ഈ പ്രതിഷേധത്തിനിടയിൽ മുട്ടയെറിയുകയും ചെയ്തു.
ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി SIT നേരത്തെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 3 ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. പ്രശാന്തിന്റെ അറസ്റ്റ് SIT സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലനം എന്നതായിരുന്നു മന്ത്രി PC വിശ്വനാഥിന്റെ പ്രതികരണം. സർക്കാർ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. പ്രശാന്തിന്റെ മുകളിലേക്ക് അന്വേഷണം ആവശ്യമെങ്കിൽ അതും ഉണ്ടാകുമെന്നും മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞു. നിതിൻ രാജിന്റെ മരണത്തിൽ റീ അറസ്റ്റിൽ അനുമതി ലഭിക്കുന്നതിന് മുമ്പേ പ്രതി റാം കീഴടങ്ങി. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു കീഴടങ്ങിയത്. അതേസമയം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് സംബന്ധിച്ച് വീഴ്ച സമ്മതിച്ച പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ഗ്രൗണ്ട് ഓഫ് അറസ്റ്റിൽ സുപ്രീം കോടതി മാനദണ്ഡം പാലിച്ചില്ല എന്ന് ക്രൈംബ്രാഞ്ച് DYSP സുധീർ കല്ലനോട് കോടതി ചോദിച്ചു. അറസ്റ്റിന്റെ കാരണം പ്രതിയെ വാക്കാൽ ബോധ്യപ്പെടുത്തിയെന്നായിരുന്നു DYSPയുടെ ഇത് സംബന്ധിച്ച മറുപടി. വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ DYSP സുധീർ കല്ലനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യേണ്ടി വരുമെന്ന് കോടതി വ്യക്തമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. നിർത്തിവെച്ച ശേഷം 3 മണിക്ക് തുടങ്ങിയ രാജ്യസഭയിൽ പ്രതിഷേധം വലിയ ഒച്ചപ്പാടിനും ബഹളത്തിനും കാരണമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്കില്ല എന്ന ഉറച്ച നിലപാടിൽ ആണ് പ്രതിപക്ഷം. ഇതിനിടെ ഭരണപക്ഷ അംഗങ്ങളും മുദ്രാവാക്യം വിളികളുമായി രംഗത്തു വന്നു. प्रश्नकाल माननीय सदस्यों का सबसे महत्वपूर्ण समय होता है, जवाबदेह का होता है। मैंने कल भी प्रयास किया, अब भी प्रयास कर रहा हूं कि सदन हर मुद्दे पर चर्चा करने को तैयार है। आप प्रश्नकाल के बाद आइए, जिस नियमों के तहत भी आप चर्चा करना चाहते हैं। एजुकेशन मिनिस्टर का इस्तीफा होना चाहिए। സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ ഉപാധികൾ അംഗീകരിക്കില്ല എന്നുമായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വിഷയത്തിലെ പ്രതികരണം. एनडीए पार्टी की ओर से भी फिर से मांग किया है कि ये नीट पे चर्चा होना चाहिए। मुझे लगा कल खड़गे जी और बाकी ऑपोजिशन के कुछ नेताओं से मिल करके हमारा उम्मीद थोड़ा सा कायम हुआ था कि चर्चा हो सकता है क्या आज। तो कांग्रेस पार्टी ने कंडीशन लगाया। हमने ये अनुरोध किया कि चर्चा किस प्रकार से कितना लंबा चलेगा ये हम आपस में मिलकर तय करें, लेकिन कंडीशन मत लगाइए। कंडीशन लगाने से आपका जो इंटेंशन है वो ठीक नहीं है। ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ദില്ലി പ്രക്ഷോഭത്തെ അധിക്ഷേപിച്ച മേജർ രവി വിദേശ ഫണ്ടിങ്ങിൽ നടക്കുന്ന സമരമാണിത്. അമേരിക്കയിൽ നിന്ന് സോറോസിന്റെ ഫണ്ടിൽ ആണ് സമരം. പോലീസിനെ തൊണ്ടിയാൽ തിരിച്ചടി കിട്ടും, പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ല. വിസ്മയ മോഹൻലാലിന്റെ പ്രതികരണം കാര്യം അറിയാതെയാണ്. രാഹുൽ ഗാന്ധി നടത്തിയത് ഷോ ഓഫ് ആണ്. കുട്ടികൾ സമരം ചെയ്തതുകൊണ്ടാണ് അടി വാങ്ങിയത് എന്നും മേജർ രവി പറഞ്ഞു. തുടങ്ങിയിരിക്കുന്ന അമേരിക്കയിൽ നിന്ന് സോറോസിന്റെ ഫണ്ടിങ്. ഈ സോറോസ് എന്ന് പറയുന്ന വ്യക്തി ഏതാണ്? 40 ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കിയ വ്യക്തിയാണ്. നമുക്ക് അറിയപ്പെടുന്ന ഇല്ലാതാക്കിയിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള നേപ്പാൾ പ്രക്ഷോഭം കൊണ്ടിറക്കി ഇതുപോലെ, അതുപോലെ ബംഗ്ലാദേശിൽ, അത് കഴിഞ്ഞ് ശ്രീലങ്കയിൽ. അതിന്റെ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആണ് ഇവിടെ നടത്തി. പാർലമെന്റ് ശ്രീലങ്കയിൽ നടത്തിയത് അതാണ്, ബംഗ്ലാദേശിൽ അത് തന്നെയായിരുന്നു, നേപ്പാളിലും അത് തന്നെയാണ്. പക്ഷെ ഇന്ത്യ ഈസ് എ വെരി സ്ട്രോങ് കൺട്രി. നിങ്ങൾ സമാധാനപരമായിട്ട് ഇത്രയധികം പോലീസിന്റെ വണ്ടികൾ അടിച്ചു തീർക്കുന്നു, പോലീസിന് പെപ്പർ സ്പ്രേ അടിക്കുന്നു, തിരിച്ചു കിട്ടും മക്കളെ. അതിൽ നിന്ന് നോങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? നീറ്റിനാണെങ്കിൽ പ്രധാനെ റിസൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ പറയുന്നത്. ഇവിടെ മോദിക്കോ ഹട്ടാവോ, മോദിക്കോ ഹട്ടാവോ. ആരാ വന്നിരിക്കുന്നത്? രാഹുൽ ഗാന്ധി വന്നിരിക്കും. രാഹുൽ ഗാന്ധി വന്നിട്ട് പിന്നെ അവിടെ ഫുൾ ഷോ ഓഫ് ആണ്. എന്നെ അടിക്കൂ എന്നുള്ളതാണ്.
ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് വൻ വിജയം. 2012 ബലാത്സംഗത്തിന് ഇരയായി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സൗജന്യ കേസ് പുനരന്വേഷണത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാറും സഞ്ജീവ് സച്ച് ദേവിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച അനുമതി നൽകിയത്. CBI അന്വേഷിച്ച് തള്ളിയ കേസിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ആക്ഷൻ കമ്മിറ്റിക്ക് നീതി ലഭിക്കുന്നത്. വാദം കേൾക്കുന്നതിനിടെ CBI അന്വേഷണത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു. കേസിൽ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് കോടതി ചോദിച്ചു. അതേസമയം ഏത് ഏജൻസിക്കായിരിക്കും പുനരന്വേഷണ ചുമതലയെന്നതിൽ കോടതി തീരുമാനം പുറത്തുവന്നിട്ടില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ചില കർണാടക പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഹർജിക്കാരിയായ സൗജന്യയുടെ അമ്മ ഗുസുമാവതി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം ഗ്രാമിന് 13,500 രൂപ, പവൻ 1,80,000 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 11,095, പവൻ 82,760. വെള്ളി ഗ്രാം 240 കിലോ 2,40,40,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.